Hi all, welcome to once. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന S3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ പേപ്പറിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് ബൂസ്റ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ECT 203. സോ നമുക്ക് മൊഡ്യൂൾ വൈസ് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ 1 ബേസിക്കലി വരുന്നത് എന്തൊക്കെയാണ്? നമ്പർ സിസ്റ്റം ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എത്ര ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്? ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ, ഒക്ടൽ, അങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിൻ്റെയൊക്കെ ഇതാണ് അവിടെ പറയുന്നത്. പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള കൺവേർഷൻസ്, നമുക്ക് ഈ 4 നമ്പർ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർഷൻസ് പോസിബിൾ ആണ് അല്ലേ? ഡെസിമൽ ടു ബൈനറി, അല്ലെങ്കിൽ ബൈനറി ടു ഒക്ടൽ, അല്ലെങ്കിൽ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഈ കൺവേർഷൻസ് എല്ലാം നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺവേർഷൻ ബേസ് ചെയ്തിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വന്നിരിക്കുക. അതായത് ഇപ്പം നമ്മൾ റെഫർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 22, 21, 20 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ സിലബസിൽ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൽ കൺവേർഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഐദർ ഫോർ 3 മാർക്സ് അല്ലെങ്കിൽ 14 മാർക്സ്. പാർട്ട് ബിയിൽ ചോദിക്കുന്നതിലും കൺവേർഷൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ? സോ കൺവേർഷൻസ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. കൺവേർഷൻസ് ഒന്നില്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി, ഏത് കൺവേർഷൻസ് ആണെങ്കിലും കൺവേർഷൻസ് എന്നുള്ള ടോപ്പിക്ക് കവർ ചെയ്യാതിരിക്കരുത്. പിന്നെ എന്താണ്? ദെൻ ഹെക്സാഡെസിമൽ അരിത്മെറ്റിക്സ്. ഞാൻ പറഞ്ഞു പാർട്ട് ബിയിൽ നമുക്ക് ഇതിന്റെ ബേസിക്കലി കൺവേർഷൻസ് മാത്രമല്ല, അതായത് സബ് ഡിവിഷൻസ് ആയിട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എ പാർട്ട് എന്ന് പറയുന്നത് കൺവേർഷൻ ആണെങ്കിൽ ബിയിൽ ചോദിക്കുന്നത് ചിലപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയിരിക്കും. മെയിൻലി പോകുന്നത് 2's കോംപ്ലിമെന്റ് ആൻഡ് 1's കോംപ്ലിമെന്റ്. സബ്ട്രാക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അഡീഷൻസ് ബേസ്ഡ് ഓൺ 2 ഹെക്സാഡെസിമൽ നമ്പേഴ്സ് തന്നിട്ട് ഹെക്സാ നമ്പേഴ്സിന്റെ അഡീഷൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒക്ടലിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല. ഹെക്സിന്റെ അല്ലെങ്കിൽ ഒക്ടൽസിന്റെ ഒക്കെ അഡീഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ ഇത് ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 2's കോംപ്ലിമെന്റ് 1's കോംപ്ലിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള സബ്ട്രാക്ഷൻ അഡീഷൻസ് എല്ലാം. ഓക്കെ, പിന്നെ ഏതാണ്? ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആൻഡ് ഫിക്സഡ് പോയിന്റ് നമ്പർ റെപ്രസെൻറ്റേഷൻസ്, അതിൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെൻറ്റേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ദെൻ ബൈനറി കൺവേർഷൻസ്, BCD കോഡ്, BCD, ഗ്രേ കോഡ്, എക്സസ് ട്രീ കോഡ്, ദെൻ ആൽഫ ന്യൂമറിക് കോഡ്സ്. അപ്പോൾ ഈ BCD കോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൺവേർഷൻസിൻ്റെ അത് ജസ്റ്റ് ഡയറക്ട്ലി എന്തായാലും BCD കോഡ് എഴുതാനൊന്നും ചോദിക്കില്ല. കൺവേർഷൻസിൻ്റെ അകത്ത് മാത്രമായിരിക്കും ചോദിക്കാൻ, അതായത് സബ് ഡിവിഷൻസ് ഇട്ടിട്ടായിരിക്കും ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളൂ. BCD കോഡ്, ഗ്രേ കോഡ്. ദിസ് ഗ്രേ കോഡ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഒന്നില്ലെങ്കിൽ ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രേ കോഡ് ടു ബൈനറി കോഡ് കൺവേർഷൻസ്, അങ്ങനെയുള്ള കൺവേർഷൻസ്. ഇപ്പോൾ ബേസിക്കലി പോകേണ്ടത് കൺവേർഷൻസ് ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഈ മൊഡ്യൂളിൽ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലുള്ളത്. പിന്നെ ഉള്ളത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ബേസ്ഡ് ഓൺ 2's കോംപ്ലിമെന്റ് ആൻഡ് 1's കോംപ്ലിമെന്റ്. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിലോഗ് കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വെരിലോഗിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ലൈക്ക് അതിലെ ലാംഗ്വേജ് എലമെന്റ്സ് ലൈക്ക് ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, കീവേഡ്സ്, ഇങ്ങനെയുള്ള അവരുടെ ഡാറ്റ, വെരിലോഗിൽ വരുന്ന ഡാറ്റ ടൈപ്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വെരിലോഗ് റിലേറ്റ് ചെയ്തിട്ട് ഈ മൊഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. യൂഷ്വലി കണ്ടുവരുന്നത് ഈ കീവേഡ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ്, ദെൻ ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിഫയേഴ്സ്, കീവേഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താലും ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് അബൌട്ട് മൊഡ്യൂൾ 1. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 2 നോക്കാം. നെക്സ്റ്റ് ഇസ് മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ അവിടെ ബേസിക് ആയിട്ടുള്ള, അതായത് ബേസിക് ആയിട്ടല്ല, അവിടുത്തെ മെയിൻ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബൂളിയൻ പോസ്റ്റുലേറ്റ്സ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡി മോർഗൻസ് തിയറം ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡി മോർഗൻസ് തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ, SOP ആൻഡ്
POS. ഇപ്പോൾ SOP POS സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനിലേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതേപോലെ ബൂളിയൻ എക്സ്പ്രഷൻസ് മിനിമൈസേഷൻ, നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മിനിമൈസ് K-map യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്യാം. ദെൻ അത് ബേസ് ചെയ്തിട്ടുള്ള വെരിലോഗ് കോഡ്സും ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെരിലോഗ് കോഡ് എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഏതെങ്കിലും ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം, ഓർ ഗേറ്റ്, എക്സോർ, ഈ ഗേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗേറ്റ്സും നമുക്ക് വെരിലോഗ് കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ യു ക്യാൻ യൂസ് ഇത് നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ മോഡലിംഗ് യൂസ് ചെയ്യാം, ബിഹേവിയറൽ മോഡലിംഗ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സപ്പോസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗേറ്റ് ലെവൽ മോഡലിംഗ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ മോഡലിംഗ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ വെരിലോഗ് കോഡ്സ് ഈ മൊഡ്യൂളിൽ നിന്ന് മിക്കവാറും അത് ഏതെങ്കിലും ഗേറ്റിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കാം ചോദിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് പാർട്ട് ബിയിൽ നമുക്ക് ഏതെങ്കിലും K-മാപ്പിന്റെ ഫംഗ്ഷൻ, അതായത് മിൻ ടേം അല്ലെങ്കിൽ മാക്സ് ടേമിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷന് വെരിലോഗ് കോഡ് എഴുതാനായിരിക്കും പിന്നുള്ള ഒരു പോസിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് മൊഡ്യൂൾ 2. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3 നോക്കാം. സോ മൊഡ്യൂൾ 3യിൽ മെയിൻ ആയിട്ട് വരുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സിനാണ്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ വരുന്നത് കമ്പറേറ്റർ, മൾട്ടിപ്ലക്സർ, ഡിമക്സ് ആൻഡ് എൻകോഡർ ആൻഡ് ഡീകോഡേഴ്സ്. അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ ചില ക്വസ്റ്റ്യനിൽ 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നത് മൾട്ടിപ്ലക്സറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പറേറ്റർ ആണ്. ഓക്കെ, കമ്പറേറ്റേഴ്സ് ഒക്കെ 3 ബിറ്റ് കമ്പറേറ്റർ ഒക്കെ നമുക്ക് ഒരു 7 മാർക്സ് 8 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, 3 ബിറ്റ് കമ്പറേറ്റേഴ്സിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ 1 മാർക്സിനാണെങ്കിൽ ജസ്റ്റ് 1 ബിറ്റ് കമ്പറേറ്റേഴ്സിന്റെ ഡിസൈനിങ്ങും പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫുൾ ആഡേഴ്സ് ആണ്. ഇപ്പോൾ ഫുൾ ആഡർ ചിലപ്പോൾ അത് ഡയറക്റ്റ് അതിന്റെ ഡിസൈനിങ് പ്രോസസ്സ് ചോദിക്കുക, അല്ലെങ്കിൽ മക്സ് അല്ലെങ്കിൽ ഡീകോഡർ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ദിസ് ഇയറിൽ ഫുൾ ആഡർ ആണ് ചോദിച്ചതെങ്കിൽ നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ സബ്ട്രാക്ടർ ആയിരിക്കാം ചോദിക്കുക. ഓക്കെ, സോ നമ്മളത് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഡിസൈനിങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഡിസൈനിങ് പ്രോസസ്സ് അറിയാൻ പറ്റും. സോ ഫുൾ ഏതാണെങ്കിലും അതിൻ്റെ ഇക്വേഷൻസ്, ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഡിസൈനിങ് പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മിൻ ടേമിൽ അല്ലെങ്കിൽ മാക്സ് ടേമിലുള്ള ഫംഗ്ഷൻ നമുക്ക് മക്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 8:1 മക്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, 4:1 മക്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഒരു സിംഗിൾ ഫംഗ്ഷൻ തന്നെ. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു മിൻ ടേമിലുള്ള ഫംഗ്ഷനാണ് 0, 1, 4, 6 എന്നുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഒരു സിംഗിൾ ഫംഗ്ഷൻ തന്നെ സബ്ഡിവിഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് വെരിലോഗ് കോഡാണ്. ഓക്കെ, വെരിലോഗ് കോഡ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു മോഡലിംഗിലേക്ക് പോകേണ്ട വരില്ല, ഗേറ്റ് ലെവൽ മോഡലിംഗ് തന്നെ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ അതെന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് മൊഡ്യൂൾ 3. ഇപ്പോൾ കമ്പറേറ്റേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് സ്കിപ്പ് ചെയ്യരുത്. കമ്പറേറ്ററിൻ്റെ ഡിസൈനിങ് പാർട്ട്, അതേപോലെ ഈ മക്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഫങ്ഷൻസ് ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കുന്നത് ഇതിനൊരു സബ് പാർട്ടും കൂടി വരാം, ഇത് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വെച്ചിട്ടുള്ളൊരു വെരിലോഗ് കോഡ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 4 നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 4ൽ നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ് കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഇപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ തന്നെ നമുക്ക് വേരിയസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, ലാച്ചസ് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൻ്റെ കൺവേർഷൻസ്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് സിലബസിൽ നമുക്ക് T ഫ്ലിപ്പ് ഫ്ലോപ്പും D ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ലാച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ യു ഷുഡ് സ്റ്റഡി ദാറ്റ് ഓൾസോ. നമുക്ക് ചിലപ്പോൾ ചോദിക്കാം ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ലാച്ച് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കൺവേർഷൻസ് ചോദിക്കുന്നുണ്ട്. either JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ്.
പിന്നെ റിവേഴ്സ് വേണമെങ്കിലും ചോദിക്കാം, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, എനി കൺവേർഷൻസ് പോസിബിൾ ആണ്. സോ അതും ആ കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമുക്ക് ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം, എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് എക്സൈറ്റേഷൻ ടേബിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രം ഈ മൊഡ്യൂളിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ഡിസൈനിങ് പാർട്ട് ചോദിച്ചാൽ നിങ്ങൾക്കത് അറിഞ്ഞിരുന്നാൽ മാത്രം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ വിത്ത് വെരിലോഗ് കോഡ്സ്. അപ്പോൾ ഇവിടെയും മൊഡ്യൂൾ 4-ലും വെരിലോഗ് കോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു എ പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ഡിസൈനിങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബി പാർട്ടിൽ വരുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വെരിലോഗ് കോഡ് എഴുതാനായിരിക്കും. ഓക്കെ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കേസിൽ തന്നെ നമുക്ക് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് നമുക്ക് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ വൈ വി ആർ ഗോയിങ് ഫോർ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലെങ്കിൽ വാട്ട് ഇസ് റേസ് അറൗണ്ട് കണ്ടീഷൻ. നമുക്ക് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ. സോ ആ റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ദെൻ വൈ ആർ ഗോയിങ് ഫോർ ദിസ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ജെ കെയിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ മാസ്റ്റർ സ്ലേവിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ജെ കെ അല്ലെങ്കിൽ ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും നമുക്ക് നാൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും വെച്ച് റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആണ്. സോ അത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസിങ് നാൻഡ് ഗേറ്റ് അറിഞ്ഞിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്ത് ഇത് ഡിസൈൻ ചെയ്താൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടോപ്പിക്സും ലൈക്ക് മാസ്റ്റർ സ്ലേവും റേസ് അറൗണ്ട് കണ്ടീഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കണം. ദെൻ പിന്നെ വരുന്നത് കൗണ്ടേഴ്സ് ആണ്. കൗണ്ടേഴ്സ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കൗണ്ടേഴ്സിൽ തന്നെ അസിൻക്രണസ് കൗണ്ടർ, സിൻക്രണസ് കൗണ്ടർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കൗണ്ടേഴ്സിന്റെ ഡിസൈനിങ് ഒക്കെ യൂഷ്വലി പാർട്ട് ബിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ പാർട്ട് ബി നമുക്കറിയാം 14 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് ബിയിൽ. സോ അതിൽ തന്നെ സബ് ഡിവിഷൻസും കാണും. അപ്പോൾ ഈ കൗണ്ടേഴ്സ് എന്ന് പറയുന്നതായിരിക്കും യൂഷ്വലി പാർട്ട് ബിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പം കൗണ്ടേഴ്സിന് ഒന്നില്ലെങ്കിൽ നമുക്ക് സിൻക്രണസ് കൗണ്ടർ, മോഡ് 6 സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ മോഡ് 10 ഏതെങ്കിലും മോഡ് n എന്ന് പറയുന്ന മോഡ് n. ഓക്കെ, n ക്യാൻ ബി എനി വാല്യൂ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു കൗണ്ടർ ഡിസൈൻ ചോദിക്കാം. ഐദർ സിൻക്രണസ് ആയിരിക്കാം അല്ലെങ്കിൽ അസിൻക്രണസ് ആയിരിക്കാം. അപ്പോൾ ആ ഡിസൈനിങ് പാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് രജിസ്റ്റേഴ്സ്. ഇപ്പോൾ രജിസ്റ്റേഴ്സിൽ നമുക്കറിയാം 4 രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതിൽ വർക്കിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് പിസോ എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. ബാക്കി എല്ലാ രജിസ്റ്റേഴ്സും വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഈസിയർ ആണ്. സോ ഇത് പിസോ എന്ന് പറയുന്ന രജിസ്റ്റർ ഒന്ന് നോട്ട് ചെയ്യേണ്ട രജിസ്റ്റർ ആണ്. പിന്നെ ഉള്ളത് എന്താണ്, ദെൻ റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഉള്ള ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗണ്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ജോൺസൺ കൗണ്ടറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ജോൺസൺ കൗണ്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറയും 4 ബിറ്റ് ആണ് നമ്മുടെ കൗണ്ടർ, അല്ലെങ്കിൽ ഒരു 3 ബിറ്റ് കൗണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാൻ. ഓക്കെ, പിന്നെ എഗെയിൻ അതും ബേസ് ചെയ്ത് വെരിലോഗ് കോഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൗണ്ടറിൻ്റെ വർക്കിങ്ങിന് നമുക്ക് ഗേറ്റ് വെരിലോഗ് കോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ പിന്നുള്ളത് സിൻക്രണസ് കൗണ്ടറാണ്. സിൻക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈനിങ്ങും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സിൻക്രണസ് കൗണ്ടർ ഡയറക്റ്റ് സിൻക്രണസ് കൗണ്ടർ എന്നായിരിക്കില്ല, മോഡ് n ബേസ് ചെയ്തിട്ടുള്ള ഒരു സിൻക്രണസ് കൗണ്ടർ ആയിരിക്കും. അപ്പോൾ മോഡ് n എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്പോസ് മോഡ് 6 ആണെങ്കിൽ അതിൽ എത്ര സ്റ്റേറ്റ്സ് വരും, 6 സ്റ്റേറ്റ്സ് ആണ് വരും. അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നത് 0 to 5 ആണ്. അപ്പോൾ ഒരു ഡിസൈനിങ് പാർട്ട് അറിഞ്ഞിരിക്കണമെങ്കിലും എഗെയിൻ നിങ്ങൾക്ക് ആ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെ കെ അല്ല ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ജെ കെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് വരുന്നത്. അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇസ് മച്ച് ഈസിയർ ടു ലേൺ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 5th മൊഡ്യൂളാണ്. സോ മൊഡ്യൂൾ 5-ൽ വരുന്നത് ലോജിക് ഫാമിലീസ് ആണ്. സോ ലോജിക് ഫാമിലീസിൽ തന്നെ നമ്മൾ നോക്കുന്നത് TTL, ECL ആൻഡ് CMOS എന്ന് പറയുന്ന 3 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതിൽ പാർട്ട് എയിൽ ഓൾമോസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാൻ ഇൻ,
fan in, fan out and noise margin. So ഈ മൂന്ന് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യൂഷ്വലി ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത്. ഒന്നില്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പാർട്ട് ബിയിലെ ഏതെങ്കിലും സബ് ഡിവിഷനിലായിരിക്കാം ഈ 3 കാര്യങ്ങളും ചോദിക്കുന്നത്. ഫാൻ ഇൻ, ഫാൻ ഔട്ട് ആൻഡ് നോയിസ് മാർജിൻ. ഓക്കെ, അത് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഈ പറഞ്ഞ 3 ഫാൻ ഇൻ, ഫാൻ ഔട്ട് ആൻഡ് നോയിസ് മാർജിൻ. സോ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കരുത്, അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ പിന്നെ വരുന്നത് ഏതൊക്കെയാണ്, പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ കൺസപ്ഷൻ ആൻഡ് പവർ ഡിലേ പ്രോഡക്റ്റ്. സോ ഇതിലെന്ന് പറയുന്നതിൽ ഈ പ്രൊപ്പഗേഷൻ ഡിലേ പവർ കൺസപ്ഷനൊക്കെ അത് കമ്പാരിസൺ ചോദിക്കുമ്പോഴായിരിക്കും മെൻഷൻ ചെയ്ത് നമ്മൾ പറയേണ്ടത്. അതായത് ചിലപ്പോൾ കമ്പാരിസൺ ചോദിക്കാം TTL ആൻഡ് ECL, അല്ലെങ്കിൽ TTL ആൻഡ് CMOS ഓർ ECL ആൻഡ് CMOS എന്നുള്ള കമ്പാരിസൺ. അപ്പോൾ ഈ 3 കമ്പാരിസൺ ആയിട്ട് പഠിച്ചിരിക്കുക. നമുക്കൊരു ടേബിൾ അല്ല യൂഷ്വലി എന്താ ചോദിക്കുക എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. നോയിസ്, ഫാൻ ഇൻ, ഫാൻ ഔട്ട്, നോയിസ് മാർജിൻ, പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ, പവർ കൺസപ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ടേബിൾ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് TTL, CMOSൻ്റെ ഒക്കെ കോൺഫിഗറേഷൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് പാർട്ട് ബിയിൽ. TTL തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടോട്ടം പോൾ കോൺഫിഗറേഷൻ ആണ്. Okay, so TTL ടോട്ടം പോൾ കോൺഫിഗറേഷൻ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ ചോദിക്കുന്നത് CMOS തന്നെ നമുക്ക് ഏത് കോൺഫിഗറേഷൻസിൽ വർക്ക് ചെയ്യാം. നാൻഡ് ഗേറ്റ്, CMOS നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ CMOS NOR ഗേറ്റിൻ്റെ ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ ചോദിച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ബേസിക്കലി ബേസ്ഡ് ഓൺ ലോജിക് ഫാമിലീസ് ആയിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ടെന്ന് പറയുന്ന പാരാമീറ്റേഴ്സ്, കമ്പാരിസൺ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിൻ ദീസ് 3 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ ഈ ടോപ്പിക്സ്, ദാറ്റ് ഇസ് TTL ആൻഡ് CMOSൻ്റെ വർക്കിംഗ് പഠിച്ചിരിക്കാം. അപ്പോൾ TTL തന്നെ ടോട്ടം പോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അല്ലെങ്കിൽ അപ്കമിങ് എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. താങ്ക് യു.